വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ തിരുവചനങ്ങൾ. ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുകയും ചെയ്യുക സാധ്യമല്ലെന്ന് യേശു പഠിപ്പിക്കുക. ദൈവത്തോടുള്ള സ്നേഹം നിർമ്മലവും അവിഭാജ്യവുമായിരിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. പഴയ നിയമകാലം മുതൽ ഇക്കാര്യം ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുള്ളതാണ്. വിഗ്രഹാരാധന ദൈവത്തോടുള്ള അവിശ്വസ്തത തന്നെയാണ്. അതിനോടുള്ള അവിടുന്ന് സഹിഷ്ണുത കാണിക്കുകയില്ല. അതിൻ്റെ കാരണം ദൈവത്തിന് തൻ്റെ ജനത്തോടുള്ള സ്നേഹവും വിശ്വസ്തതയും ഒന്ന് തന്നെയാണ്. മനുഷ്യൻ ദൈവത്തോട് വിശ്വസ്തത പുലർത്തണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. ഒരു ദൈവമേ ഉള്ളൂ എന്ന് ഇസ്രായേൽ ഓർത്തിരിക്കണം. നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം. തന്നെ സ്നേഹിക്കുകയും തൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറകൾ വരെ ഉടമ്പടി പാലിക്കുകയും അചഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവം. ഈ സ്നേഹത്തെ മറന്ന് അന്യദേവരുടെ പുറകെ പോയവരെ അവർ തീർച്ചയായും നശിക്കുമെന്ന് ദൈവം ഉറപ്പു നൽകിയിരുന്നു. ഈ ചിന്താഗതി യേശു അതേപടി സ്വീകരിച്ചിട്ട് ഇവിടെ വിഗ്രഹങ്ങളുടെ സ്ഥാനത്ത് മനുഷ്യൻ പൂജിക്കുന്നത് സമ്പത്താണ്. സമ്പത്തിനോട് ചേർന്നുകൊണ്ട് ദൈവത്തെ വിസ്മരിക്കുന്നവർക്കുള്ള ശക്തമായ താക്കീതാണ് ഈ സുവിശേഷ ഭാഗം. നമ്മെ ജീവിക്കുന്ന കർത്താവായ ശംശുനി കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും നീക്കും.